രാഹുൽ എവിടെയുണ്ടെന്ന്. മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനം വരും വരെ സാവകാശം നൽകുന്നതാണോ, അതോ ഇപ്പോഴേ അറസ്റ്റ് വേണ്ടെന്ന നിർദ്ദേശം പോലീസിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? സംശയങ്ങൾ അങ്ങനെ പലതാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയത് നവംബർ 27 വ്യാഴാഴ്ചയാണ്. 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ മറ്റൊരു പെൺകുട്ടി KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയില്ല, ഒളിവിലാണ് എന്നെല്ലാമാണ് കേരള പോലീസ് പറയുന്നത്. കേരള പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഒളിച്ചു കളിക്കുകയാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി ഉയർന്നത് ഓഗസ്റ്റിലാണ്. ഏകദേശം 3.5 മാസത്തോളം കഴിയുന്നു. അതിനുശേഷം പരാതി ഔദ്യോഗികമായി കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ 6 ദിവസമാകുന്നു. ഇതെല്ലാം കൃത്യമായി അറിയാത്തവരല്ല കേരള പോലീസുകാർ. പക്ഷേ കേരള പോലീസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അറസ്റ്റ് വൈകിപ്പിക്കുന്നതാണോ? സാർ നമസ്കാരം. നമസ്കാരം സാർ, അവസാനം ചോദിച്ചതുപോലെ ആയിരിക്കാനാണ് സാധ്യത. അറസ്റ്റ് വൈകിപ്പിക്കുവാനാകാനാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം പോലത്തെ ഒരാളെ അത് എവിടെ പോയെന്നും അറിയാത്തത് കൊണ്ടല്ല കേരള പോലീസ്. ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. സത്യത്തിൽ എവിടെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി ഒക്കെ ശരിയാണ്. അതിന് യാതൊരു സംശയവും കൊണ്ട് അദ്ദേഹത്തിന് സമ്മതിച്ചല്ലേ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ അപേക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് അത് സർക്കാർ കരുതിക്കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന് അത് മനസ്സിലാവാത്തത് കൊണ്ടോ അദ്ദേഹം എവിടെയാണെന്നോ മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. പക്ഷെങ്കിൽ ഗവൺമെന്റ് ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിനെതിരെ പരാതി കിട്ടിയിട്ട് ആ പരാതി സത്യമാവാനാണ് ശരി. അല്ലാതെ ഒരു സ്ത്രീ അങ്ങനെ സ്വന്തം ശാരീരത്തിന് എതിരായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, ഇതിനനുകൂലമായി സംസാരിച്ച നമ്മളെ ഈശ്വരനെ പിടിച്ചിട്ടത് വളരെ ഭംഗിയായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് 3 മാസം തടകലുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഒരു ചാനൽ വന്നാലും ആരെയും സംസാരിക്കാനും സമ്മതിക്കില്ല. ഇദ്ദേഹം ഇങ്ങനെ ബഹളമാക്കിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന് ഒരു പൊതുജനഗണത്തിൽ എന്താ ഒരു ഇതുള്ളത്? ഇദ്ദേഹം ജാമ്യം ചർച്ച ഇദ്ദേഹത്തിനെ കേൾക്കാനല്ല, മറ്റുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ കേൾക്കാനാണ് ചാനൽ. ഇദ്ദേഹത്തിന്റെ ധാരണ ഇദ്ദേഹത്തിനെ കേൾക്കാനാണെന്നാ. ഇദ്ദേഹം തങ്കത്തിനെ പറയൂ, ലോകജ്ഞാനിയാണ് ഞാൻ എന്നുള്ള ധാരണയാണ് അദ്ദേഹത്തിന്. അതൊന്നും പറ്റത്തില്ല. അവരെക്കാൾ വരെയുള്ള എത്രയോ ആളുണ്ട്. ഒരു മനുഷ്യൻ ഞാൻ സ്വയമേധ ഞാൻ വലിയവനാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവം തമ്പുരാന് പോലും നന്നാക്കി എടുക്കാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാഹുൽ മാങ്കൂട്ടം കോയമ്പത്തൂരിന് കടന്നു, ബാംഗ്ലൂരിന് കടന്നു, അല്ലെങ്കിൽ CCTV ഇല്ലാത്ത വഴിയിലൂടെ കടന്നു എന്നൊക്കെ പോലീസ് ഓരോ ദിവസം ഓരോ കഥ പറയുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുഖ്യമന്ത്രി അടുത്ത് പോകുമെന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളടക്കം പറഞ്ഞാണ് വാർത്ത നൽകിയതാണ്. പരാതിക്കാരി സ്വാഭാവികമായി മുഖ്യമന്ത്രി ഓഫീസിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത അതേ സമയത്ത് തന്നെ എന്തായാലും കേരള പോലീസും ഇത് അറിഞ്ഞിട്ടുണ്ട്. പരാതി ഔദ്യോഗികമായി കിട്ടിയതുമല്ല, അതെല്ലാം വളരെ വേഗത്തിൽ നടന്നു. പക്ഷേ അപ്പോഴെല്ലാം പൂർണ്ണമായും കേരള പോലീസ് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ നിരീക്ഷിക്കാതിരിക്കില്ല. അവരുടെ നിരീക്ഷണ വലയത്തിൽ കഴിയുന്ന ഒരാൾ ഇപ്പോൾ രക്ഷപ്പെട്ടു, അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമാണോ? നമസ്കാരം സാറേ. നമസ്കാരം. സാറിന് ഇതിനു മുമ്പ് ഒരു സംഭവം അറിയാമല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നെ CBI അന്വേഷിച്ചു, കോടതിയിലെ റിട്ടയറായ ഒരു ജഡ്ജി അന്വേഷിച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, സാറ് സമ്മതിച്ചല്ലോ. എന്നിട്ട് ഈ പിണറായി സരിതാ നായർ പറഞ്ഞു അല്ലേ, സത്യമാണല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് നേരെ കല്ലെറിഞ്ഞ CPM-നോട് ഞാനൊരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേടനെ ഒളിപ്പിച്ചു വെച്ചത് ആര്? പരാതി തന്നായിരുന്നല്ലോ, പീഡിപ്പിച്ചെന്ന് പറഞ്ഞുള്ള പരാതി. എന്നിട്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയില്ലല്ലോ. അതൊക്കെ അന്വേഷണത്തിലാണ് ശ്രീ ഷാജി. എന്തന്വേഷണം? അന്വേഷണത്തിലാണ്. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേടനെ എതിരെയുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഇങ്ങനെ ഈ രാഹുലിന്റെ ഈ വിഷയം വന്ന ഈ പെൺകുട്ടി ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ചു. ഇപ്പം പുതിയൊരു വാർത്ത വന്നല്ലോ, 2023. ഞാനത് ചോദിച്ചത് അങ്ങനെയാണ്. ഈ പരാതി വന്നിട്ട് ആ പരാതിയിൽ കുറ്റാരോപിതനായ ഒരു MLA ആണ്. അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഇവരുടെ കഴിവുകേട്. അങ്ങനെയാണ് ഇവരുടെ കഴിവുകേട്. CPM-ന് ഇപ്പം ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കിപ്പം ഈ തെരഞ്ഞെടുപ്പ് നടക്കുക, അവർക്ക് എങ്ങനെയും 10 വോട്ട് കിട്ടണം, കോൺഗ്രസിനെയും BJP-യെല്ലാം ഒന്ന് ഒതുക്കണം. ഇതല്ലേ ഇവരുടെ പ്ലാന്. രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അത്തരം പരിപാടികൾ കാണില്ലേ? പക്ഷേ അതുമായി ഇതിനെ ബന്ധിപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും അങ്ങനെ പദ്ധതി ഇല്ല എന്നൊന്നും ആർക്കും കരുതാനാവില്ല. എല്ലാവർക്കും പദ്ധതി അങ്ങനെയൊക്കെ കാണും. ഒരു വെള്ളത്തിൽ 2 കാല് വെക്കരുത്. CPM-നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം.
ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് അറിയാത്തതാണോ? കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരത് പൊക്കും. അവർ ചെല്ലുന്നിടത്തൊക്കെ ഇവൻ അതിരുന്ന് തന്നെ രഹസ്യം ചോർത്തിക്കൊണ്ട് മാറിക്കളയല്ലേ. ഈ എനിക്ക് പറഞ്ഞാലിപ്പോ കോൺഗ്രസിൽ പണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, പണ്ട് പോലെയുള്ളതാണ്. പക്ഷേ സംഭവങ്ങളായിരുന്നത് ഇതല്ല. ഇതൊരു അഴിമതി, ഒരു 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 ബലാത്സംഗ വീരൻ തന്നെ ഇരിക്കുന്നത് കളിക്കുന്നു. ഇത്രയും പെൺകുട്ടികൾ മുഴുവൻ ഈ കോൺഗ്രസിന്റെ അകത്തുള്ള പെണ്ണുങ്ങൾ തന്നെയാണ്. ഈ കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ എന്ത് മുഖത്തോട് കാണും? ഇനി ഒരു നാണവും മാനവില്ലാത്തൊരു പാർട്ടിയായില്ലേ കോൺഗ്രസ്. അല്ല, കോൺഗ്രസിന്റെ കുഴപ്പമാണോ ശ്രീ പീതാംബരൻ? ഇത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ അറസ്റ്റ് ചെയ്യേണ്ടത്, കേരള പോലീസ് അല്ലേ? കേരള പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. അത് അങ്ങനെയാണെങ്കിൽ അത് CPM വരൂ. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, പോലീസിന് അവർ തേടി പോകുമ്പോൾ അവിടെ നിന്ന് മുങ്ങി കിടക്കുന്ന ഒരു വീട് അങ്ങനെ അത്ര കേരള പോലീസിന്റെ ഈ പരാതിക്കാരി അവിടെ പരാതി കൊണ്ട് പോകുന്നു എന്ന് എല്ലാ മാധ്യമത്തിലും വാർത്ത വന്നു. പരാതിക്കാരി എന്തായാലും മുഖ്യമന്ത്രി ഓഫീസിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സെക്കൻഡിൽ തന്നെ അത് കേരള പോലീസ് അറിയും. കേരള പോലീസ് അറിയുന്നു, കേരള പോലീസ് പരാതി കിട്ടിയെന്ന് അറിയുന്നു. അപ്പോഴെല്ലാം ഇയാൾ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ പാലക്കാട് ഉണ്ട് എന്ന് വ്യക്തമാണ്. അന്നേരം ആ സമയം മുതൽ എന്തായാലും ഇയാൾ നിരീക്ഷണത്തിലായിരിക്കും എന്നതും വ്യക്തമാണല്ലോ. അങ്ങനെ കേരള പോലീസിനെ പറ്റിച്ച് ഒരു MLA CCTV ഇല്ലാത്ത റോഡിലൂടെ പോയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ അത് ഇത്തിരി കടന്ന കൈയായി പോകും പീതാംബരൻ. CBI ഞാൻ പറയുന്നത് പോലീസിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പോലീസിനെ അല്ലാതെ എങ്കിൽ പോലീസിനെ കുറ്റം പറയാൻ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുന്നില്ല, അങ്ങനെയാണോ? പോലീസിന്റെ മുകളിലോ തലപ്പത്തുള്ളവർ ഇപ്പോഴേ അറസ്റ്റ് വേണ്ട എന്ന് നിർദ്ദേശമാണ്. അങ്ങനെയല്ല സാറേ. പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? ഞാനിപ്പോ ഒരാളെ അന്വേഷിച്ചു ചെല്ലുന്നു, എത്ര വിരുദ്ധനായിക്കോട്ടെ. അങ്ങനെ ഏതോ ഒരാളാണോ ശ്രീ പീതാംബരൻ ഇയാൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് ഈ പരാതി കിട്ടുന്ന നിമിഷം മുതൽ, അല്ലെങ്കിൽ കിട്ടുന്നതിന് പരാതിക്കാരി വരുന്നു എന്ന് പറയുന്ന നിമിഷം മുതൽ പോലീസിന് അറിയാമല്ലോ. അങ്ങനെ ഒരാളെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തില്ലേ? ആ നിരീക്ഷണം ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര ദുർബലമാണ് കേരള പോലീസ് എന്ന് ലോകത്ത് ആരും കരുതുന്നില്ല. അത്ര ദുർബലമല്ല കേരള പോലീസ്. കേരള പോലീസ് ഇപ്പോൾ അടുത്ത മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾക്ക് എവിടെയുണ്ടെന്നെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നവർ തന്നെയാണ്. ഒരു MLAക്ക് വേഷം മാറിപ്പോവാനോ അല്ലെങ്കിൽ ഈ വേറെ വാഹനത്തിൽ ഒളിച്ചു കിടക്കാനോ ഒക്കെ കഴിയുമോ? ഇതെല്ലാം അയാൾ എവിടെയുണ്ടെന്ന് അവിടെ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ എല്ലാം ഉള്ള പോലീസ് അയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് ഒളിച്ചുകളിയല്ല മറ്റെന്താണ്? അല്ല, അത് നമ്മൾ പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ പറയാമെങ്കിലും പിന്നെ പറയുമ്പോഴല്ലാതെ പിന്നെ എങ്ങനെയാണ് പീതാംബരൻ എന്താ കരുതുന്നത്? കേരള പോലീസിനെ പറ്റിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങാണ്ട് ഒളിച്ചിരിക്കുകയാണ്, കേരള പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണോ? ഒരിക്കലും പറ്റൂല. നമ്മുടെ പോലീസിനെ പറ്റിച്ച് ഒരാൾക്കും പറ്റിയില്ല. എന്നാ പിന്നെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? പക്ഷെ അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് തപ്പി നടക്കില്ലേ, ഇത് കിട്ടണ്ടേ? എന്തിനാ ഇപ്പൊ 6 ദിവസം കഴിഞ്ഞല്ലോ. ഇത് അതുപോലുള്ള സ്ഥലത്തായിരിക്കും സാറേ ഇത് ഒളിച്ചിരിക്കണത്. നമ്മളതൊന്നും മനസ്സിലാക്കി. ഏത് സ്ഥലത്ത് ഒളിച്ചിരുന്നാലും ഒളിച്ചിരുന്നിടത്ത് പോയി അറസ്റ്റ് ചെയ്യാൻ കഴിയാനുള്ള കേരള പോലീസിന് വല്ല തടസ്സമുണ്ടോ? ഈ ലൊക്കേഷൻ നോക്കി പോകാനാണെങ്കിൽ ഇതിന്റെ അടുത്ത് മൊബൈലും ഇല്ലല്ലോ. ശരി പീതാംബരന്റെ ന്യായീകരണങ്ങൾ തുടരട്ടെ. നല്ലത്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസും രാഹുലും തമ്മിൽ ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ടോ? അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ കിരൺ സാറ്, ഇതൊക്കെ ഒരു ഇലക്ഷൻ ഫണ്ടിൽ വന്നിട്ടുള്ളതല്ലേ? അല്ലെ, ഇത് ആര് അരിയക്കാരെ കളിക്കുന്നവർക്ക് അറിയില്ല. സംഗതി ശരി, കേസുണ്ട്. ഇതേവരെ ആ സ്ത്രീ ഒളിച്ചിരിക്കുകയാണെന്നോ ഇത്രയും മാസമായി? അല്ലെ ശ്രീനിവാസൻ, എന്താ ഈ സ്ത്രീ എനിക്ക് അങ്ങനെ പരാതിയുള്ള സ്ത്രീ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയണോ ഞാൻ എനിക്കെതിരെ വന്നെന്ന് പറയണം? അവർ നിയമപരമായ രീതിയിൽ പരാതി നൽകി. അതിനു മുമ്പ് ഈ പരാതികളൊക്കെ വന്ന സമയത്തൊക്കെ അവർ പ്രതീക്ഷിച്ചു സ്വാഭാവികമായും അയാൾ അവരെ വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷയോ കാണുമായിരിക്കും. അങ്ങനെയല്ല പരാതി കൊടുക്കണമെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കായിരുന്നു. അതെന്താണ് ഈ അപ്പം കൊടുക്കാൻ തോന്നി കാണില്ല? അല്ല സാറേ, ശ്രീനിവാസൻ അപ്പോൾ കൊടുക്കാൻ തോന്നി കാണില്ല, അതെന്താ കുഴപ്പം? അല്ലെ, ഇത്രയും ദിവസം ഒളിച്ചിരിക്കുകയാണ്. എന്തിനാ ഒളിച്ചിരുന്നാൽ അവർക്ക് ജീവിക്കണ്ടേ? അവരെ പരാതിക്കാരി ആരാന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തി രാഹുൽ ഈശ്വരനെ പോലെ ആളുകളൊക്കെ അവരെ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയല്ലേ? അപ്പോൾ അവർ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നായിരുന്നില്ല, അവരുടെ അവസ്ഥ എന്തായാലും? ഇത് ഈ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ സമയത്താണോ ശ്രീനിവാസൻ ആദ്യം വന്നത്? അല്ലല്ല, സെപ്റ്റംബറിലല്ലേ വന്നത്? ഇത് ഇലക്ഷൻ സമയത്ത് തന്നെ കൊടുത്തിട്ട് ശരി, രാഹുൽമാനത്തിന്റെ പേരിൽ കേസ് കൊടുക്കാം, അവരൊരു അവകാശമാണ്. പക്ഷെ ഇത് ഇത്രയും നാൾ മൂടി വെച്ചിരുന്നിട്ട് ഈ ഇലക്ഷൻ സമയത്ത് 10 വോട്ട് കിട്ടാൻ വേണ്ടി CPM-ന്റെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു CPM കാര്യമാണോ? അല്ലല്ലോ. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടിയൊന്നും അല്ലല്ലോ. അത് വേണമെങ്കിലോ ഇത് അവരുടെ ഒരു കൂടന്തരങ്ങളാണ് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊന്നും കിട്ടില്ല. ഞാൻ ചോദിക്കുന്നതൊന്നും അല്ല ശ്രീനിവാസൻ, ഇതിനകത്ത് CPM-ന്റെ പരാതിക്കാരി CPM-ന്റെ ആരെങ്കിലും ആണോ? അല്ല, ഒരു പരാതിക്കാരി നേരത്തെ തന്നെ ഈ പരാതി ഉണ്ട് എന്ന് ഞാനും ശ്രീനിവാസനും എല്ലാം അറിഞ്ഞതാണ്.
പക്ഷെ അവർ ഔദ്യോഗികമായി കൊടുക്കാൻ തയ്യാറായില്ല. അവർ അപ്പോഴെല്ലാം പ്രതീക്ഷിച്ചത് സ്വാഭാവികമായും ഇയാൾ തെറ്റിദ്ധരുത്തി വരാനും ഇയാൾ അവരെ വിവാഹം കഴിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു കാണും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസികമായി സ്വാഭാവികം അവരെ ഇയാൾ നന്നായി വരും എന്നൊക്കെ പ്രതീക്ഷ സ്വാഭാവികമായിട്ട് പല പെൺകുട്ടികൾക്ക് അവരെ സ്നേഹിച്ച ഒരാളെ സംബന്ധിച്ചുണ്ടാവും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കണ്ട് സ്വർണ്ണപ്പാളിയൊക്കെ അടിയിൽ പോവാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് അതൊക്കെ. മനസ്സിലായിട്ടുണ്ടാവും. സ്വർണ്ണക്കോള ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ശ്രീനിവാസൻ, ഇത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞത് നമ്മൾ തന്നെ കേരള പോലീസ് ഇത് കളിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീനിവാസൻ പറയുന്നത് അങ്ങനെയല്ല. ഈ ഒരു പരാതി നൽകിയതിന് എങ്ങനെ ഇലക്ഷൻ സ്റ്റണ്ടെന്നൊക്കെ പറയുന്നത് ആ പെൺകുട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണോ? അല്ലല്ലോ. ഇതിപ്പോ നാളെ ജാമ്യത്തിന് അയാള് ഇറങ്ങും. ഇതിന് മുപ്പാടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ? മുകേഷ്, സിദ്ദിഖ്, ഹേമ കമ്മിറ്റിയുള്ള ആൾക്കാർ ഒക്കെ ഇതേപോലെ സെയിം കേസുകൾ പെട്ടിട്ടുള്ള. താങ്കൾ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നാണോ? നിരവധി കേസല്ലേ? കേസ് വരുമ്പോ തെളിയിക്കട്ടെ. അതിപ്പോ ആർക്കും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാലോ. ശരി, ഓക്കെ. താങ്കൾ അങ്ങനെ പരാതി നൽകിയതിനെ കുറിച്ച് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് പരാതി കൊടുക്കുന്നത്. അതിൽ എന്തുകൊണ്ട് പരാതി വൈകി എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്ന് ശ്രീനിവാസനെ അറിയിക്കുകയാണ്. ശ്രീ സത്യനാണ് മട്ടന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സത്യൻ, ഈ ഒരു MLA ഒളിവിലാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമോ? അതായത് കേരളത്തിലെ പോലീസ് എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു പോലീസാണ്. കേരളത്തിലുള്ള പോലീസ് എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ഇടപെടുന്ന പോലീസാണ്. പറഞ്ഞോളൂ, എന്നിട്ട് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അതേ ഉള്ളൂ ചോദ്യം. അറസ്റ്റ് ചെയ്യാത്തത് ഒരു MLA ആണ്. അയാളൊരു MLA ആണ്. പോരാതെ അത് അറസ്റ്റ് ചെയ്യുന്നത് ചില നടപടിക്രമങ്ങളില്ലേ? എന്ത് നടപടിക്രമമാണ് ശ്രീ സത്യൻ? ഇത് ഈ കേസിൽ ഇത്തരം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നും ആ സ്ത്രീയുടെ നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്നൊക്കെ പറഞ്ഞ സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ അതിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഏതെങ്കിലും ഭരണാനുമതി കൊടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ MLA ഫണ്ടിൽ എന്തെങ്കിലും ചെലവഴിച്ചതിന്റെ പേരിലോ ഉള്ള കേസൊന്നും അല്ലല്ലോ. ചെയ്ത തെറ്റെന്തിന്റെ തെറ്റ്. പക്ഷെ അതിന് വിഷയം എന്താണെന്ന് വിചാരിച്ചാല് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഇടപാട് നടത്തിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണ് സത്യൻ? കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടല്ലേ? ഒരു കോൺഗ്രസ്സുകാരാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? കോൺഗ്രസ്സുകാരാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? അയാളാ ഈ പറയുന്ന വ്യക്തിനെ എന്ത് വേണമെന്നറിയോ? മാങ്കൂട്ടത്തിനാ ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം. സത്യൻ, മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ്സുകാർക്ക് മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒന്നും ഇനി മാങ്കൂട്ടത്തിനെ കഴിയില്ല. ഇനി കേസിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് കേരള പോലീസാണ്. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് CPM ആണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ്. അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ 6 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പോലീസിന് കണ്ടെത്താനാകാതെ വിഷയം പിന്നെന്താണ്? അയാളെ ഒളിപ്പിക്കുകയില് അയാൾ എന്തിനു വേണ്ടിയിട്ടാ തമിഴ്നാട് കർണാടകത്തിലോ കടന്നത്? എന്തിനു വേണ്ടിയാ? ശ്രീ സത്യൻ, അയാൾ എവിടെ പോയാലും അത് കണ്ടെത്താനുള്ള വഴി കേരള പോലീസിനില്ലേ? അത് പോലീസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്ന 6 ദിവസമായല്ലോ. ഈ പരാതി വരുന്ന സമയത്ത് തന്നെ പോലീസുകാർ അറിഞ്ഞതല്ലേ ഈ പരാതി വരുന്നു? ആ പരാതി വരുന്ന സമയത്ത് അയാൾ നിരീക്ഷണത്തിലല്ലായിരുന്നോ? ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ MLA എന്തോ വേഷം മാറിപ്പോയി, പോലീസിനെല്ലാം മുന്നിൽ നിന്ന് പോലീസിനെല്ലാം വെട്ടിച്ച് വേഷം മാറിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും? അതല്ല, അതായത് പെട്ടെന്ന് ഒരു അറസ്റ്റിലായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും ഇന്നത്തെ ഇടതുപക്ഷത്തിനും ഭരണത്തിനടക്കം വലിയ പ്രയാസങ്ങളും എന്ത് പ്രയാസം ഉണ്ടാവും? രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്താൽ എന്താ വല്ലതും വിളിച്ചു പറയുന്നത് പേടിയുണ്ടോ? അതല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ സാവധാനം, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്ത് കാര്യമാണ് സത്യം ചെയ്യാനുള്ളത്? ഇത്ര ഇതില് എന്ത് കാര്യമാണ് ഇത്ര ചെയ്യാനുള്ളത്? കഴിഞ്ഞ 1.5-2 മാസമായ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതിക്കാരെ മാത്രമല്ല നിരവധി പരാതിക്കാരികളെ നേരിൽ കാണുകയും അവരുടെ മൊഴിയെടുക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും സാഹചര്യ തെളിവുകൾ എടുക്കുകയും എല്ലാം ചെയ്തു വെച്ചതാണ്. ഔദ്യോഗികമായ ഒരു പരാതി ഇല്ല എന്നുള്ളത് മാത്രമായിരുന്നു തടസ്സമായി ഉണ്ടായിരുന്നത്. അതും കിട്ടി. CPM-നെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ കാര്യങ്ങളെല്ലാം നടന്നതാണെന്ന് CPM-ന് അറിയാം, പാർട്ടിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇന്നുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ശരി, ഓക്കെ. എന്തായാലും കഴിഞ്ഞ 6 ദിവസമായി പോലീസിന് അറിയാമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഉസ്മാനാണ്. ഉസ്മാൻ, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കളെ കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു വിളിച്ചിട്ടല്ലേ? എന്നാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയാണെന്ന് അവരറിയാത്തത് കൊണ്ടാണോ അറസ്റ്റ് വൈകുന്നത്, അതോ അവരറിഞ്ഞിട്ടും ബോധപൂർവം അറസ്റ്റ് വൈകിക്കുകയാണോ? നാളെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഒക്കെ കോടതിയുടെ മുന്നിൽ വരികയാണ്. നമസ്കാരം കിരം. നമസ്കാരം. ഞാൻ ഈ വിഷയം കേട്ട് മടുത്ത് ചാനൽ തുറന്നാൽ മുഴുവൻ ഈ വിഷയം
അതുകൊണ്ട് എന്ത് ഇതൊന്നും ചെയ്യാൻ പറ്റും ശ്രീ വേറെ ശശിധരൻ? ഏതെങ്കിലും വിഷയത്തിൽ വിളിക്കാമെന്ന് ആദ്യം വിചാരിച്ചിരുന്നതാണ്. ഇന്നും പക്ഷേ ഒരു എന്നിട്ട് ഇത് പെൺകുട്ടി എത്തിയില്ല. KPCCക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ പകർപ്പടക്കം പുറത്തു വന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഏതാണ്. അപ്പോൾ അപ്പൊ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറയുന്ന അതല്ല, ഇപ്പൊ ഈ വിഷയത്തിൽ കിരണിന്റെ ചോദ്യം രാഹുലും പോലീസും തമ്മിൽ വല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോന്നാണോ? അത് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കണത്, അത്രയ്ക്ക് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നോ ഇത്? കാരണം ഒരു സംസ്ഥാന പോലീസിനെ മുഴുവൻ പരിധിയിൽ നിർത്താൻ പറ്റിയ ഒരാളാണോ അങ്ങനെ രാഹുൽ? ആവണമെന്നില്ല. പോലീസിനും ചിലപ്പോൾ ഈ അറസ്റ്റ് വൈകിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും അവർ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തായാലും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല അറസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ അവർക്ക് നിർദ്ദേശം കാണും. കാരണം ഒരു 7-ാം തീയതിക്ക് അറസ്റ്റ്, കാരണം 8-ാം തീയതി വേറെ വിഷയമുണ്ട്. 8-ാം തീയതി ഒരു പ്രമാദമായ കേസിന്റെ വിധി വരും. അപ്പോൾ 7-ാം തീയതി ആകാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെയൊക്കെ ബുദ്ധിപരമായ ഒരു ചിന്താഗതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനുള്ള ആയുസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ വരെ മാത്രമല്ല, 12-ാം തീയതി കൊണ്ട് ഇതേണ്ട അസ്തമിച്ചു പോകും. 13-ാം തീയതി പിന്നെ വേറെ ആയിരിക്കും ഇവിടെ ഭരണം അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഭരണ തുടർച്ച, ഇതേപ്പറ്റിയൊക്കെയുള്ള ചർച്ചകൾ ദിവസങ്ങളോളം ഉണ്ടാകും. അപ്പോ അതിനുള്ളിൽ മതി ഈ ബോംബ് പൊട്ടിക്കാനെന്നുള്ളതായിരിക്കും പോലീസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശശിധരനാണ് വല്ലാറുന്നത്. ശ്രീ അജേഷാണ് ദോഹയിൽ നിന്നും. ശ്രീ അജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പോലീസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിക്കുന്നത്? സാറേ, ഇത് പോലീസ് വൈകിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ വെച്ചുകൊണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ഇലക്ഷൻ വരെ ഇത് പുൾ ഓൺ ചെയ്യാൻ വേണ്ടി മാത്രം വൈകിപ്പിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവനൊക്കെ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടു ബി വെരി ഫ്രാങ്ക്, ഈ TRP കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറഞ്ഞത്. ഡെയിലി നമ്മൾ ഇതിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ശ്രീ അജേഷ്, ഇന്നിപ്പോൾ വന്നത് ഒരു പെൺകുട്ടി കൂടി പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. കേരളത്തിൽ 140 പേര് മാത്രമേ MLA-മാരായിട്ടുള്ളൂ. ആ MLA-മാരിൽ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഈ അടുത്ത കാലത്തെങ്ങും വേറെ ഒരാൾക്കെതിരെ വന്നിട്ടില്ല. അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചെറുപ്പക്കാരനായ കോൺഗ്രസിന്റെ പ്രൊമിനന്റ് ആയ ലീഡറാണ്. അങ്ങനെ ഒരു ലീഡറെ കുറിച്ച് വന്നാൽ സ്വാഭാവികം ചർച്ചയാവും. നാളെ CPM-ന്റെ ആളുകൾക്കെതിരെ വന്നാലും ഈ മട്ടിൽ തന്നെ ചർച്ചയാവും. കേരളത്തിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, അല്ലെങ്കിൽ BJP-യുടെ ആയാലും ഇനി ചിലപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണെങ്കിൽ ചർച്ചയാവും. നമ്മൾ ഈ സമയത്ത് ഇത് ആഘോഷിക്കുന്ന കാര്യം വെച്ചാൽ ഇലക്ഷൻ വെച്ച് മാത്രമാണ്. ഞാനിപ്പോ CPM-കാരനോ കോൺഗ്രസ്കാരനോ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഈ CPM-കാരനെ കുറിച്ചും ഒത്തിരി പരാതികൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും നിയമസഭയിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ആ വിഷയം ഇത്ര നമ്മൾ ആഘോഷിക്കുന്ന ഇപ്പൊ എന്റെ വീട്ടിൽ ഇത് TV വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് എന്തെന്ന് എപ്പോ നോക്കിയാൽ ഇവന്റെ പടം കാണിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടം കാണിച്ചിട്ടുണ്ട്. ഇതെന്താ, വാട്ട് ഈസ് ഈ സ്റ്റാർ ആണ്? ഞാൻ വേറെ നെഗറ്റീവ് സ്റ്റാർ ആണെന്ന് പറഞ്ഞു. നെഗറ്റീവ് രീതിയിലുള്ള സ്റ്റാറായി. അതിന് നമുക്കൊരു ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമില്ലെന്നാണ് ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യണം. ശരി, നമുക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല താങ്കളുടെ വികാരം. പക്ഷേ മനസ്സിലാക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയും ദേഷ്യവുമൊക്കെ ഉണ്ടാവും. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിക്കുന്നത്? നമസ്കാരം. പോലീസ് ഇപ്പൊ ഒരു പ്രതിനെ, ഇപ്പൊ എവിടെ ഇതെങ്കിലും ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്യാണ്ട് ഇത്ര ദിവസമൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോ ഒരു കഴിവുകെട്ട പോലീസായിട്ടാണ് മാറിയേക്കണം. കഴിവുകെട്ട രീതിയിലാണ്. കാരണം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ഈ പ്രതിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാല് ഇപ്പൊ ഈ ശബരിമല കൊള്ളയും ഇതൊക്കെ നടന്ന് CPM-ന്റെ നേതാക്കളൊക്കെ അകത്ത് കിടക്കണല്ലേ, മുൻ MLA-മാരടക്കം. അപ്പൊ ഈ ഇലക്ഷൻ വന്നേക്കുന്ന സമയത്ത് ആ പ്രതിച്ഛായ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി, പ്രതിച്ഛായ നഷ്ടപ്പെട്ടത് ഒന്ന് വീണ്ടെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഈ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. എവിടെ ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇവിടുന്ന് എവിടെ പോയാലും, എവിടെ പോയിന്ന് പോലും അറിയില്ല, എങ്ങനെ പോയിന്ന് പോലും ഒന്നും വ്യക്തമല്ലാതെ പിക്ചറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തോന്നുന്നത് ഇത് തന്നെയാണ്, പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇത് ഇലക്ഷൻ വന്നിട്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റിങ് നീണ്ടു പോണത്. അതാണ് എന്റെ ഇതിനകത്ത് കാഴ്ചപ്പാടില്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകാനുള്ള കാരണം എന്താണ്? ഇത് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ പോലീസ് മികവുറ്റ പോലീസാണ്. പിടിക്കാനാണ് 1, 2, 3, 4 പിടിക്കാവുന്ന കേസുള്ളൂ. പോലീസിനകത്ത് ഒരു അലംഭാവം ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു വ്യത്യാസവും. ഇനി ഏത് പോലീസ് വണ്ടി ആ ചുമലക്കാരൻ എസ്കോർട്ട് പോയെന്ന് അറിഞ്ഞാൽ മാത്രം മതി നമുക്ക്. പണ്ട് ഒരു പാർട്ടി നമ്മുടെ ഇവിടുന്ന്
അടുത്ത സംസ്ഥാനം കടത്തിവിട്ട പോലീസാണ് നമ്മുടെ. അത് കോവിഡ് കാലത്താന്ന് കുട്ടിക്കണം, ആളും പേരൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ കൊല്ലംകാരൻ വിനോയ് ചേട്ടനെയും നമ്മുടെ ജയ ചേച്ചിയൊക്കെ കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഒരുപാട് നാളായിട്ടോ. ജയ ചേച്ചിയൊക്കെ വിളിക്കാൻ പറയണം, അവരൊന്നും വിളിക്കാതിരിക്കരുത്. കാരണം വെച്ചാൽ അവരുടെയൊക്കെ ശബ്ദം കേൾക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവരൊക്കെ വിളിച്ചിട്ട് ഒരുപാട് കാലം. അതിനെ വിളിക്കുന്നില്ല, ഒരാഴ്ചയായിട്ട് അവരൊന്നും വിളിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ആണോ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ജയചാച്ചിയുടെ വിനോയുടെ ഒന്ന് ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കാത്തൊരു സങ്കടം, അതുകൊണ്ട് വിളിച്ചെന്നുള്ളൂ. വിനോയ് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് തിരക്കിലായിരിക്കും. കോൺഗ്രസിന്റെ നേതാവല്ലേ അവിടുത്തെ? മനുവിന് എന്ത് പറ്റും? മനു ഉണ്ടായിരുന്നു, ഇന്നലെ മനു ഉണ്ടായിരുന്നു, നാളെ മനു ഉണ്ട്. ആണോ? മരുനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി, കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഒരുപാട് ദിവസമായി. നമ്മുടെ ഇതിപ്പോ നമുക്ക് എന്റെ എന്നാ പറയണം, നമ്മളിപ്പോ നല്ലൊരു കാലാവസ്ഥ, ഇപ്പൊ നല്ലൊരു ദിവസത്തിൽ ജീവിക്കേണ്ട. നമ്മുടെ മണ്ഡലകാലം ക്രിസ്മസും ഒക്കെ വരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഇത് വന്നുകൊണ്ട് ആപ്പാടെ ഒരു വിഷമമാണ്. വെച്ചാൽ കേരളത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ കേട്ട് മടുത്ത ഒരു വിഷമത്തിൽ കൂടെയാ പോകുന്നത്. ഈ വരുന്ന യുവതലമുറയൊക്കെ ഇങ്ങനെ പോകുന്നതിനകത്ത് വളരെ സങ്കടമുണ്ട്. അത് ഏത് പാർട്ടിയിലാളും വളരെ സങ്കടമാണ്. ശരി, നമസ്കാരം. ശ്രീ സലീമാണ് വിളിക്കുന്നത്. ശ്രീ സലീം മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സലീം മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മലപ്പുറം പട്ടർക്കടവ്. പട്ടർക്കടവ്, ഓക്കെ. താങ്കൾ പറഞ്ഞോളൂ. ഇത് പോലീസിന്റെ കഴിവുകേടല്ല, പിന്നെ അതിബുദ്ധി കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ സ്വപ്ന സുരേഷ് 3-4 ദിവസം അബ്സ്കോണ്ടിങ് ആയപ്പോ നമ്മളെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ ചില മാധ്യമങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഇത് ഭയങ്കരമാണ്, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിച്ചാൽ ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ അവരുടെ സംശയം തീർക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മളൊരു ചർച്ച, ഞാൻ പങ്കെടുത്തിരുന്നു ആ ചർച്ചയിൽ, ഒരു മസാജ് സെന്ററിൽ പോയിങ്ങാണ്ട് പിന്നെ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് പൈസ തട്ടിയെടുത്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് വളരെ കരളുറപ്പ് കുറവായതുകൊണ്ട്, തൊലിക്കട്ടി കുറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതിപ്പോ രാഹുലിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു തൊലിക്കട്ടിയായി പോയി. ഇതിപ്പോ ഇതുപോലുള്ള തൊലിക്കട്ടി കണ്ടാമൃഗം പോയിട്ട് വേറെ ഭൂമിയിലൊരു വസ്തുവിനും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് സലീം. ശ്രീ പ്രദീപാണ്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസ് എന്തുകൊണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാത്തതാണോ, അതോ കണ്ടെത്താൻ എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണോ? എന്തോ നീ കാമത്തോളെ പിടിച്ചിട്ട് ആളില്ല ആലോചിക്കുക. പോലീസിനെ അറിയാൻ മേലത്തൊന്നുമില്ല. പോലീസിന് ഇന്റലിജൻസ് വിഭാഗമില്ലേ, അവരൊക്കെ നേരത്തെ ഇറക്കുന്നുണ്ട്. അതൊക്കെ എന്തോ അഡ്ജസ്റ്റ്മെന്റ്. അത് അല്ല മണിക്കൂർ വെച്ച് പിടിക്കില്ലേ? ഈ ചെറിയൊരു പാർട്ടിയെ പിടിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ പിടിച്ചു കിട്ടില്ല ആ പാടെ പെണ്ണുങ്ങളെല്ലാം ബുദ്ധിമുട്ടി പോകും. ഗോവിന്ദച്ചാമിക്കാൻ കഷ്ട പെണ്ണുങ്ങളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിക്കാന്ന് പറഞ്ഞു. എന്തൊരു മൃഗം അത്! ഇന്നിവിടെ കേരളത്തിൽ കണ്ടിട്ടില്ല അത് പ്രാന്തൻ. ഉടനെ പിടിച്ചു കെട്ടണമെന്ന് ആഗ്രഹം. ഇവനെയൊക്കെ പിടിച്ച് അകത്താക്കിയില്ലേ എന്റെ പോലെ. ശരി. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? നമസ്കാരം. കേരള പോലീസിനെ ഒരു നിയമവും പഠിപ്പിക്കേണ്ട, അവർക്ക് എല്ലാ കേസും അന്വേഷിക്കാൻ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും അനവധി പരാതികൾ വരാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ 2 നിലവിൽ വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനമാണ് ഇവര് കണക്ക് കൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഒരു മാന്യന് നല്ല തക്കതായ ശിക്ഷ കൊടുത്തു. ഇന്നിപ്പം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലും കടുത്ത ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതാനും ദിവസങ്ങൾ. സന്തോഷ്, എന്റെ സംശയം, ഈ 6 ദിവസമായി പെൺകുട്ടിയുടെ ഔദ്യോഗിക പരാതി കിട്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് ഏകദേശം 1.5 മാസമായി. ഒരു പെൺകുട്ടി ആദ്യമായി പരസ്യമായി വന്ന് പറഞ്ഞിട്ട് 3.5 മാസമായി. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഇത്ര കാലമായിട്ട് അന്വേഷിക്കുന്ന ഒരാൾ ഈ പരാതിക്കാരി മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്ന സമയവും അപ്പോയിൻമെന്റ് എടുത്ത സമയത്ത് തന്നെ കേരള പോലീസ് അറിയുന്നതാണ് ഇതെല്ലാം. അപ്പോഴെല്ലാം ഇയാൾ പരസ്യമായി സ്ഥലത്തുണ്ട്. അങ്ങനെ ഒരാൾ നിരീക്ഷണത്തിലായിരിക്കുമല്ലോ. അയാൾ ഇത്ര കാലം എവിടെയാണ് എന്ന് കേരള പോലീസിന് അറിയാത്തതുകൊണ്ടല്ലോ. അപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാതെ ഒളിച്ചു കളിക്കുകയല്ലേ? അല്ലല്ല, കേരള പോലീസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കും. അല്ല, എന്തിനാണ് ഇത്രയും ദിവസം എടുക്കുന്നത്? അയാൾക്ക് മറ്റെന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണോ? അല്ലല്ല, സൗകര്യം അയാൾക്ക് മുൻകൂർ ജാമ്യം ഒന്നും ലഭിക്കില്ല. അല്ല, ഞാൻ ചോദിച്ചാൽ മുൻകൂർ ജാമ്യം ലഭിക്കില്ലോ നാളെ കോടതിയിൽ ചെല്ലും പറയാം, അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ പോലീസിന് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും നിലവിൽ ഇന്ന് വരെ ഇല്ലല്ലോ. എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അയാൾ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞാലും. അപ്പൊ ആരോ അയാൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ടെന്നാണ് പോലീസിന്റെ ഉന്നതങ്ങളിൽ? അതോ പോലീസിനെ നിയന്ത്രിക്കുന്ന പാർട്ടി ഇടപെട്ടെന്നോ? എന്താണ്? ഒരു പാർട്ടി ഇടപെട്ടിട്ടില്ല. ഇത് കേസ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും വരാനുണ്ട്. അല്ല, അപ്പൊ ഈ എല്ലാ പരാതിയും ഇനി വരാനുള്ള മുഴുവൻ പരാതിയും കിട്ടിയിട്ടേ അറസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ആദ്യം തന്ന പരാതിയല്ലേ?
അതെ, പരാതി ആയിക്കോട്ടെ, അതൊക്കെ അവിടെ അവർ എഴുതി ചേർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു ശിക്ഷ കിട്ടും പുള്ളി. അല്ല, ഈ കൂട്ടിക്കൊടുക്കുന്ന കേസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് വരുന്ന പരാതിയെല്ലാം എടുത്ത് അതിനകത്ത് ഉൾപ്പെടുത്താവില്ല, അതിന് യാതൊരു തടസ്സമില്ലല്ലോ. അപ്പൊ ഇപ്പൊ അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്നുള്ള മാത്രമാണ് ചോദ്യം. വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്തേനല്ലോ. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്താണ് കേരള പോലീസിന് ഇടപാട്? അല്ല, രാഷ്ട്രീയ പ്രേരിത ഒന്നും ഇല്ല ഇതില്. ഇത് എന്താ പിന്നെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി സന്തോഷ്. അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത് അവര് ചെയ്യേണ്ട സമയത്ത് ചെയ്തോളൂ. അത് ഏതാണ് ഈ സമയം? അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വല്ല നേരക്കുറിപ്പടി വല്ലതും ഉണ്ടോ അറസ്റ്റ് ചെയ്യാൻ? ഇല്ല. അത് നമ്മൾ വ്യക്തികൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആരും കേരള പോലീസിനെ പഠിപ്പിക്കാൻ പോകണ്ട. അല്ല, കേരള പോലീസ് ചെയ്യുന്നില്ലേ, നമുക്ക് ചെയ്യുന്നില്ലെന്ന് പറയണ്ടേ? കേരള പോലീസിന് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന്, പക്ഷേ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്താണെന്ന് പറയണ്ടേ? അതെ, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും. അതേതാണ് ഈ സമയം സന്തോഷം? വേവലാതിപ്പെടണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ കാര്യത്തില്. സന്തോഷം, ആ സമയം ഏതാണ്? വല്ല ഏതെങ്കിലും ഡീലുണ്ടോ അയാളുമായിട്ട് ഇന്നത്തെ ദിവസം അറസ്റ്റ് ചെയ്യത്തൊന്നുമല്ല? ഇല്ല, ഡീലൊന്നുമില്ല. പിന്നെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് എന്താ നിങ്ങൾ നോക്കിക്കോ വരും ദിവസങ്ങളിൽ. സന്തോഷമായ ഓരോ ദിവസം കിട്ടുന്നവരും അയാൾക്കാണ് ദിവസം കൂടുതൽ കിട്ടുന്നത്. തെളിവ് നശിപ്പിക്കാനായാലും ഇനി ആരെങ്കിലും പരാതിക്കാരികൾ വരുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനും എല്ലാം സമയം കിട്ടുന്ന അയാൾക്കാണ്. അതിനുവേണ്ടിയാണോ? ശരി, അല്ലല്ല. ഇത് ദിവസം കൂടുതൽ കിട്ടിയാലും അയാൾക്ക് കടുത്ത ശിക്ഷ കിട്ടിയിരിക്കും. അത് നമ്മൾ കേരള ജനത കാണും. അതെല്ലാം സംഭവിച്ചു. പക്ഷെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് മാത്രമേ സംശയം. അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസ് ചെയ്തോളുന്നേ. അത് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതിനെപ്പറ്റി നമ്മളെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഒരു MLA കഴിഞ്ഞ 6 ദിവസമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കേരള പോലീസ് എന്ന് പറയുന്നതിനാണ് നടക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തതെന്ന് ആരും കരുതുന്നില്ല. അല്ല, അത് നമ്മള് അപ്പൊ അതിനകത്ത് അറസ്റ്റ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ഏതോ ഒരു ഇടപെടലുണ്ട് എന്ന് തന്നെയല്ലേ എന്റെ അർത്ഥം? ഇല്ല, ഒരു ഇടപെടലും ഇല്ല. അത് നോക്കിക്കോ, നമ്മൾ വരും നാളുകളിൽ കണ്ടാൽ മതി. നാളുകൾ കാണുന്നതിന് നമ്മൾ കാണുന്നതിന് എന്തായാലും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എത്ര ആള് ഒളിച്ചടിക്കാൻ പറ്റും രണ്ട് പോലീസിനും രാഹുലിനൂടെ? വെറുതെ നമ്മൾ മുട്ടിന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. മുട്ടിന്യായം നമ്മളാണോ പറയുന്നത്? പോലീസിന് അറിയാം കേട്ടോ. പോലീസിന് അറിയാമെങ്കിൽ അവർ ചെയ്യാത്ത എന്താ നമ്മുടെ ചോദ്യം. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും. ശരി, ഓക്കെ സന്തോഷ്. സന്തോഷിന്റെ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തുനിന്നും. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഈ കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതെ അയാളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണോ? നമസ്കാരം. സുഖമല്ലേ? സുഖമാണ്. പിന്നെ അതായത് ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണ്. മുഖം നോക്കാതെ നിഷ്പക്ഷമായി നീതി നടപ്പാക്കാൻ കഴിവുള്ള ഒരു ആഭ്യന്തരമാണ് ബഹുമാനപ്പെട്ട പിണറായി സാറ്. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവിനെയും ഇപ്പൊ അവര് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. നാവ് കൊണ്ട് ഒരാളെ കൊന്ന് ബഹുമാനപ്പെട്ട ദിവ്യ മേഡം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ICUവിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച മഹാൻ കോഴിക്കോട് വിലസി നടക്കുകയാണ്. അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ ജോർജ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരാളും ഒന്നും കരുതണ്ട. ഇത് ഞങ്ങളുടെ പോലീസ് താങ്കൾ സൂചിപ്പിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് അതുകൂടി വ്യക്തമാക്കുകയാണ്. എങ്ങനെ? താങ്കൾ ആരെയാണ് ഈ വീണ ജോർജ് ആരാണ്ട് പിടിക്കാന്നൊക്കെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. വീണ ജോർജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നേ, ഈ കുട്ടിയുടെ ഒപ്പം കേരളം ഒന്നാകണ്ടെന്ന്. ICUവിൽ ഒരു സ്ത്രീനെ പീഡിപ്പിച്ച നടക്കുകയാണ്. അതിനെതിരെയും പിടിച്ചിട്ടില്ല. ഇനിയുണ്ട് 24 ന്യൂസ് ചാനലിന്റെ നമ്മളെ മരം മുതലാളി, അദ്ദേഹം ഇപ്പൊ ഒളിവിലാന്നാ കേട്ടത്. അയാള് ഇപ്പൊ താമസിയാതെ പിടിക്കും. ഇപ്പൊ ഇതിനു മുന്നേ നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു MLA എന്തുകൊണ്ട് കഴിഞ്ഞ 6 ദിവസമായിട്ടും കേരള പോലീസിന് പിടിക്കാൻ കഴിയുന്നില്ല? അതന്നെ, ഇത്രത്തോളം നിഷ്പക്ഷമായി നീതി നടപ്പാക്കുന്ന ഒരു പോലീസാണ് പിണറായി വിജയന്റെ കീഴിലുള്ളത്. അതുകൊണ്ട് ഇത് പിടിക്കും സാർ. താമസിയാതെ പിടിക്കും. അഹമ്മദ് ബാബയുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ജോസ് ആണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പോലീസ് എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ഇടപാട്? ഇവനെ പിടിച്ചോളത് നിർബന്ധമായി ഇലക്ഷൻ വരാതെ നിൽക്കട്ടെ. എല്ലാ ചാനലിലും ഇപ്പൊ ലൈവായിട്ട് കാണിച്ചിരിക്കല്ലേ. ഒരു പിടിച്ചാൽ പരിപാടി കഴിയില്ലേ? അവർ തനക്ക് വാർത്ത കഴിയില്ലേ? ഇവനെ പിടിച്ചാ നിൽക്കട്ടെ, ഇലക്ഷൻ വരെ നിൽക്കട്ടെ. അവനെ ഇലക്ഷന് വേണ്ടി നിർത്തിയിരിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതന്നെ പിടിക്കണ്ട, അവനെ പിടിച്ചോളത് പാർട്ടി നിർബന്ധം. ഇവന്റെ കോൺഗ്രസിന് വിത്തുകാരുടെ കാര്യം എല്ലാവരും അറിയട്ടെ. കോൺഗ്രസിന് വിത്തുകാരുടെ കാര്യം.
ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, നമുക്ക് വളരെ വേഗത്തിൽ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സുനിൽകുമാർ പറയുന്നു, ശരിക്കും കള്ളനും പോലീസും കളിയാണ്, ബാക്കി കേസ് കൂടി വരട്ടെ എന്ന് പറയുന്നത് സദാനന്ദനാണ് പറയുന്നത്. യാഷ് കമ്പനി പറയുന്നു അതല്ല പോട്ടെ, നിരീശ്വരൻ മാങ്ങാ ജ്യൂസ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് കേൾക്കുന്നു, ശരിയാണോ എന്ന് സദാനന്ദൻ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. രാഹുൽ ഈശ്വർ അവിടെ നിരാഹാരം ഇരിക്കുമെന്നൊക്കെ ഇന്നലെ ഇങ്ങനെ പറയുന്നത് കേട്ടു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് അബ്ദുൾ അസീസ് കുറ്റിയാടി പറയുന്നു. നമസ്കാരം പറയുന്നു അരുന്ധതി കോലപ്പറമ്പത്ത്. പ്രമോദ് നാണു പറയുന്നു, ഇന്ത്യ മുന്നണിയല്ലേ പിടിക്കില്ല എന്ന് പറയുന്നു. ചാനലുകൾ വേട്ടക്കാരാവുന്നു എന്ന് പറയുന്നു അബ്ദുൾ അസീസ് കുറ്റ്യാടി പറയുന്നു. സുനിൽകുമാർ പറയുന്നു, 1 മുതൽ 4 വരെ പ്രതികൾ പുറത്ത്, 5ാം പ്രതിയകത്ത്. സ്വർണ്ണക്കൊള്ളയിൽ ഇങ്ങനെ തന്നെ, ആദ്യ പ്രതികൾ പുറത്ത്, ഇതെന്ത് നീതി? കിട്ടുന്നവനെ മാത്രം പിടിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സ്വർണ്ണക്കേസിൽ അങ്ങനെ ഏതെങ്കിലും പ്രതികൾ 1ാം പ്രതിയായ ആൾ പുറത്ത് ആയും 5 പ്രതികൾ 5ാമത് പ്രതി തൊട്ട് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ ഉദ്ദേശിച്ചത് വേറെയാണെന്ന് മനസ്സിലായി സുനിൽകുമാർ. രാഹുൽ, കുറ്റം പറയുന്നവർ മാത്രം വിളിക്കണം, മീഡിയ ആവശ്യം. രാഹുൽ പീഡനം എന്നൊക്കെ എന്ത് മനസ്സിലാവുന്നില്ല, ദയവേത് മംഗ്ലീഷിൽ എഴുതാതെ മലയാളത്തിൽ എഴുതിയാൽ ഉപകാരമായിരുന്നു. രഘുനന്ദനൻ, ജാമ്യം എടുക്കുന്നതിന് മുമ്പ് പിടിക്കേണ്ടതാണ്, തീർച്ചയായും ജാമ്യം എടുക്കുന്നതിന് മുമ്പ് പിടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. ശ്രീ രഘുനന്ദനൻ, ജാമ്യം എടുക്കുന്നതിനാണെങ്കിൽ ജാമ്യ ഹർജി നാളെയാണ് കോടതിയിൽ വരുന്നത്. ബോംബെ നഗരത്തിലെ പോലെ കേരളത്തിലും വേശ്യാലയം വേണമെന്ന് 2 എണ്ണം അടിച്ചുകൊണ്ട് പറയുന്ന എന്ന് പരാതിക്കാരിക്ക് വേണ്ടി വാദിക്കുന്നതൊക്കെ ശോഭ കെ പറയുന്നു. ശോഭ കെ ഇങ്ങനെ ആളുകളെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ വർത്തമാനം പറയരുത് ശ്രീ ശോഭ കെ, അത് ശരിയല്ല. അങ്ങനെ ഇവിടെ ആരും അങ്ങനെ ഒന്നും വർത്തമാനം പറഞ്ഞിട്ടില്ല. ശോഭ കെ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയില്ല. ഇനി അത് സ്ത്രീയാണോ പുരുഷനാണോ ഒക്കെ പേരുകൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. മോശപ്പെട്ട രീതിയിൽ കമൻറ്റുകൾ എഴുതരുത് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയിക്കുകയാണ്. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ഇറങ്ങുമെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. പിന്നെ വീണ്ടും ചില കമൻറ്റുകളൊക്കെ കിടപ്പുണ്ട്. പോലീസ് ഒളിച്ചു കളിക്കുമെന്ന് ചോദിച്ചാൽ ഒളിച്ചു കളിക്കുമെന്ന് തന്നെയാണ് അഭിപ്രായം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേറെ, ഉമ്മൻചാണ്ടി സാറിനെ അറസ്റ്റ് ചെയ്യാൻ കേസെടുക്കാൻ പിണറായിക്ക് ഒരു താമസവും വേണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ സെക്രട്ടേറിയറ്റിൽ പോയി വിളിക്കാത്തത് കൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ജയകുമാർ ചോദിക്കുന്നു. വീണ്ടും അത്തരം ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേയേറെ കമൻറ്റുകൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പിന്നീട് വായിക്കാം. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണോ, അറസ്റ്റ് ചെയ്യാത്തതാണോ? എനിക്ക് തോന്നുന്നത് അറസ്റ്റ് ചെയ്യാൻ കഴിയായിട്ടാണ്, പരമാവധി നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഷാജഫ് കരിയനെ 3000 പോലീസുകാർ, അജിത് കുമാറും അൻവറും ശശി ഉൾപ്പെടെ എല്ലാവരും മുൻകൈയിട്ട് പോലും അയാളെ പിടിക്കാൻ പറ്റിയിട്ടല്ലോ. ഇപ്പൊ പോലീസ് ഇയാള് വിവരം കിട്ടുമ്പോൾ പാലക്കാട് നേരെ തമിഴ്നാട്ടിലേക്ക് കടന്നു. തമിഴ്നാട്ടിൽ പോകാൻ ശേഷം കൂട്ടുകാരന്റെ കയ്യിൽ ഇയാൾ ഫോണിൽ നാട്ടിലേക്ക് കൊടുത്തു വിട്ടു. അതാണ് ഈ ഫോൺ കൊണ്ട് ഓണാക്കിയത്. ഇവൻ തമിഴ്നാട്ടാണ് ഇതാണ്. അത് അല്ലാണ്ട് ഈ കേരള പോലീസ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒത്തിരി കളിക്കും തോന്നുന്നില്ല. കാരണം ഇയാൾ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഈ 2 വർഷത്തെ സംബന്ധിച്ച് പുതിയ പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്ന ആഗ്രഹം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഇപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആ മനോനില നോക്കിയാൽ പരിശോധിക്കുക. കാരണം എന്തൊരു മനസ്സാന്ന് നോക്കണം. ഒരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ ഇയാൾ കാണിക്കുന്ന പേക്കൂട്ടുകൾ 1, 2, 5, 10 പെണ്ണുങ്ങളല്ല. എന്നിട്ട് ഇയാൾ ന്യായീകരിക്കുന്നത് ചെറിയ തൊലിക്കറ്റൊന്നും പോരാ. ഒരു വളരെ പ്രയാസം. നമ്മൾ കേരളത്തിൽ നമ്മൾ ജീവിക്കും തോന്നിപ്പോഴും. കാര്യം ഞാൻ പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ പാപവും തെറ്റുമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഈ പൊതുപ്രവർത്തകൻ ഒരു MLA ഇയാളെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. തെറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം തെറ്റ്. ഇനിയെങ്കിലും ഞാൻ പണ്ട് പറഞ്ഞായിരുന്നു, ഇയാളുടെ ഏറ്റവും മാനമായ രീതിയിൽ വിദേശത്ത് പോയി ജോലി സമ്പാദിച്ച് അവിടെ കല്യാണം കഴിച്ച് അമ്മേനും കൂടെ കൊണ്ട് കൂട്ടിയിട്ട് ആടെ തെറ്റിയതുള്ള ഈ നാട് നന്നാക്കാൻ, കേരളം നന്നാക്കാൻ വേണ്ടി ഈ മനുഷ്യൻ വേറെ മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പരമേശ്വരനാണ് വിളിക്കുന്നത്. ശ്രീ പരമേശ്വരൻ ആറന്മുളയിൽ നിന്നാണ്. ശ്രീ പരമേശ്വരൻ നായർ, താങ്കൾക്ക് പറയാം. അതെ, വളരെ സന്തോഷം കിട്ടിയല്ലോ. പിന്നെ ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ കേരള പോലീസിന് കഴിയാത്തത് കൊണ്ടല്ല, അതില് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. കാരണം രാഹുൽ ഈശ്വറിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ മുൻകൂട്ടി ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പ്രഗത്ഭരായ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ പോലീസുകാരുള്ള സംസ്ഥാനമാണ്. ലോകത്തിന്റെ എവിടെ രാഷ്ട്രീയക്കാർ ഇടപെടുന്നില്ലെങ്കിൽ എവിടെ പോയി ആരെയും
പിടിക്കാൻ താല്പര്യം പ്രതിഭാശാലികളുമായ പോലീസ് ഉള്ള ഈ കേരളത്തില് രാഹുൽ ഈശ്വറിനെ പിടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല. പോലീസ് മനസ്സ് വെക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെ പിടിക്കാത്തത് തീർച്ചയായിട്ടും കേരള പോലീസോ ആഭ്യന്തര വകുപ്പിന്റെയും പിടിപ്പുകേടല്ല. അവര് ഇദ്ദേഹം മാങ്കൂട്ടത്തിലെ ഒരു സമയത്ത് കോൺഗ്രസ് പുറത്താക്കുമെന്ന് ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ് പുറത്താക്കിയാൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളൊക്കെ എടുക്കാൻ കഴിയുമോ ഏതെങ്കിലും ഒരു പാർട്ടി തിരിച്ചു അവരെ അദ്ദേഹത്തിനെ എടുക്കുന്നതിന് അവർക്ക് യാതൊരു ആരെങ്കിലും ഈ ബാധ്യത അറിഞ്ഞുകൊണ്ട് പിടിച്ച് തലയിൽ വെക്കുമോ? അല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ എത്രയോ പേരെ വെച്ച് കഴിഞ്ഞു, ഇനിയും വെക്കാനിരിക്കുന്നു. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നല്ല താങ്കളുടെ അഭിപ്രായം. അങ്ങനെയുള്ള ആളുകളെ ആരെയും പിടിച്ചു വെച്ചതായി അറിയില്ല. ശരി, ഓക്കെ. പരമേശ്വരൻ നായരുടേതാണ് അങ്ങനെ അഭിപ്രായം. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 6 ദിവസമായി പരാതി കിട്ടിയിട്ടെതിരെ, പക്ഷേ ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ല കേരള പോലീസ്. അയാൾ ഒളിവിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്തതാണോ, അത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണ് ഈ വിഷയമാണ്. ശ്രീ ബ്ലസനാണ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ബ്ലസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ എടുത്തിടുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയതിൻ്റെത് മറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? കഴിഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം രണ്ടാമത് വീണ്ടും ചർച്ചയാവുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച പെൺകുട്ടി പരാതി നൽകിയപ്പോഴാണ്. അതിനു മുമ്പുള്ള ഒരു 2 ആഴ്ചക്കാലം താങ്കൾ കേരളത്തിലെ, ഇപ്പോൾ ഞങ്ങളുടെ മാധ്യമം മാത്രം നോക്കണ്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെയും കേരളത്തിലെ പത്രങ്ങളായാലും ചാനലുകളായാലും എല്ലാം പരിശോധിക്കാം. ആ സമയത്തെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായി നിന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ്. അതുപോലെ മറ്റൊരു കേസ് വരുമ്പോൾ നിങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാത്രം എല്ലാ കാലത്തും നിൽക്കണം, അല്ലാതെ മറ്റു കേസിലേക്ക് പോകരുതെന്ന് പറയാൻ കഴിയുമോ? ഈ കേസ് സ്വാഭാവികമായി ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യില്ലേ? അത് ചർച്ച ചെയ്യാം, പക്ഷേ എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? ഏത് കാര്യമാണ് ചർച്ച ചെയ്യാതെ വിടുന്നത്? പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ, ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ കൂടുതൽ സമയം ചർച്ച ചെയ്തെന്നിരിക്കും. അല്ലാതെ മാധ്യമങ്ങൾ നാളെ തീരുമാനിക്കുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേണ്ട, വേറെ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യാം, അങ്ങനെ എടുക്കുന്നതാണോ? അല്ലല്ലോ. ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രമല്ല, ഇത് ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോഴേ ഇപ്പം ഞാൻ ഇന്നലെ വാർത്തയിൽ കണ്ടതാണ്, മുഖ്യമന്ത്രി ഇപ്പൊ പുതിയൊരു വണ്ടി എടുത്തു. മുഖ്യമന്ത്രി പുതിയ വണ്ടി എടുക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണോ? അങ്ങനെ ഒരു താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നേ അല്ലല്ലോ. ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ചർച്ചകൾ. ഇത് കേരളത്തിലെ ഏതെങ്കിലും ഇതിനു മുമ്പ് ഒരു ജനപ്രതിനിധിക്കെതിരെ ഈ തരത്തിൽ ഇത്രയേറെ പെൺകുട്ടികൾ പല സ്ഥലത്ത് നിന്ന് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ, അതെല്ലാം വളരെ കേരളത്തിലൊരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യരും ചെയ്യാത്ത തരത്തിലേക്കുള്ള ആരോപണങ്ങളാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരാളാണ് പരാതി പറയുന്നത്, നേരാണ്, അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പരാതിയാണ്. ഇത് ഒന്നല്ലല്ലോ, എത്രയോ പെൺകുട്ടികളുടെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടി ഇന്നിപ്പോൾ KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ പരാതി നൽകിയിരിക്കുന്നു. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അത് ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് കൂടിപ്പോയത് എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? അങ്ങനല്ല, ചർച്ച ചെയ്യേണ്ടതല്ലല്ലോ ഞാൻ ഈ പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളൂടെ ഏത് കാര്യമാണ് ചർച്ച? ശ്രീ ബ്ലസൻ പറഞ്ഞോളൂ, ഇന്ന വിഷയം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു, അത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മാത്രം സംസാരിക്കാതെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ താങ്കൾ. അതായത് ശബരിമലയില് ഇപ്പം നടന്ന സംഭവങ്ങള് അതിപ്പം വാർത്തകളിലൊന്നും കാണിക്കുന്നില്ല. ശ്രീ ബ്ലസൻ, ഞാൻ ആദ്യമേ തന്നെ മറുപടി പറഞ്ഞു, ശബരിമലയിലെ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്താണ്. താങ്കൾക്ക് അതല്ലാതെ മറ്റേതൊരു വിഷയം ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, അങ്ങോട്ട് പറയുന്നത് കേൾക്കാതെ. താങ്കൾ പറയൂ, ഞാൻ ഒന്ന് മറുപടി പറഞ്ഞാൽ തന്നെ പിന്നെയും പറഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നത്? അല്ല, മറുപടി പറയുന്നതല്ല, ഇത് പറയുന്നത് നിങ്ങൾ കേൾക്കാതെ. ശബരിമലയിലെ വിഷയങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് അവിടെ നടന്ന സംഭവങ്ങൾ എന്നുള്ളത്. രണ്ടാമത്, ഇത് ഒരു വിഷയം മാത്രം ഏറ്റവും കൂടുതൽ ദൈർഘ്യത്തോടെ നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ബ്ലസൻ, ഈ ശബരിമല വിഷയം തുടർച്ചയായി കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് വരെയുള്ള ഒരു 2 ആഴ്ച കാലം കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അന്ന് ഈ ബുദ്ധിമുട്ട് തോന്നിയില്ലേ?
അല്ല അന്ന് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് അടുത്ത ആളിലേക്ക് അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുകയാണോ, അടുത്ത ആളെ കണ്ടുപിടിക്കുന്നു. അത് അന്വേഷണം ഏറ്റവും അവസാനം ഒരാളിലെ അടുത്തെത്താറായപ്പോഴത്തേക്ക് ഈ വിഷയം, ഈ സബ്ജക്ട് അങ്ങ് മാറ്റി. സബ്ജക്റ്റുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോയി. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ചർച്ച ചെയ്യണ്ടേ? എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. താങ്കൾക്ക് ഇത്രയും അവസരം തന്നു. ഞാൻ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണം, ഈ വിഷയം ഞങ്ങൾ സ്വർണ്ണപ്പാളി കേസ് മറച്ചു വെക്കാൻ വേണ്ടി ചർച്ച ചെയ്തത്. ഞാൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. ആ കാലത്തെ വാർത്തകളെല്ലാം നോക്കൂ. ഞങ്ങളുടെ ചാനൽ മാത്രമല്ല, എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ നോക്കൂ. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പത്രങ്ങളും ചാനലുകളും ഒക്കെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അപ്ഡേഷൻ വരുന്നതിൽ കൊടുക്കുന്നുണ്ട്. ഈ പത്മകുമാരനെ അറസ്റ്റ് ചെയ്ത വിഷയം കേരളത്തിലെ എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാം ചർച്ച ചെയ്തതല്ലേ? അവരെത്രയോ സമയം അതിനുവേണ്ടി ചെലവഴിച്ചാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ചർച്ച ചെയ്തതല്ലേ? എത്രയോ സമയം, ഇതിൻ്റെ ഇരട്ടി സമയം ചെലവഴിച്ചില്ലേ? അന്നൊന്നും തോന്നാത്ത ബുദ്ധിമുട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ താങ്കൾക്ക് തോന്നാനുള്ള കാരണം എന്ത് എന്നത് കൂടി അറിയണ്ടേ? അല്ല, ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബാക്കിയുള്ള ന്യൂസും കൂടെ ഒന്ന് കാണണം. ചാനലുകളെല്ലാം മാറ്റി മാറ്റി നോക്കുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം താങ്കൾ 1 മണിക്ക് 6 മണി സമയത്തൊക്കെ റൗണ്ട് അപ്പ് ബുള്ളറ്റിനുകളുണ്ട് എല്ലാ ചാനലുകളിലും. ആ ചാനലുകളിലെ റൗണ്ട് അപ്പ് ബുള്ളറ്റിനുകളിലെ എല്ലാ വാർത്തകളും, ഈ വാർത്ത മാത്രമല്ല എല്ലാ എനിക്ക് എന്റെ സമയത്ത് എനിക്ക് വാർത്ത കാണാത്തത്തോളൂ. അല്ല, നിങ്ങളുടെ സമയത്തല്ല ഞാൻ വാർത്ത കാണാതിരിക്കുന്നത്. എങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാപ്പോഴും നല്ല മനസ്സിലെടുക്കുക. എല്ലാം ഒരൊറ്റ കാര്യത്തിൽ മാത്രം. ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, താങ്കളുടെ ഒരു വികാരം എങ്ങനെയാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാധ്യമങ്ങൾ വേട്ടയാടുകയാണ്, അങ്ങനെ വല്ലതും ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിലല്ലേ എല്ലാ മാധ്യമങ്ങളും നിൽക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിടണമെന്നാണോ താങ്കളുടെ താല്പര്യം? രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരാളാണ് എന്നാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിടാനോ അങ്ങനെ അതിന്റെ അല്ലല്ലോ ഞാനിപ്പാനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഉത്തരവാദിത്തമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ന്യൂസിനെ സമ്മതിച്ചു. താങ്കൾ ഒരേ കാര്യം പറഞ്ഞു. എന്റെ ഒരു സംശയം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ അതൊന്നും ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നില്ല. ആരോപണങ്ങൾ സമാനമായ രീതിയിൽ ആരോപണം ഉയർന്ന ഏതെങ്കിലും ഒരു സംഭവം, ഇത്രയധികം വലിയ ആരോപണങ്ങളുള്ള സംഭവം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ താങ്കളുടെ ഓർമ്മയിൽ പറയാൻ കഴിയും? ഞാൻ റേഡിയോ തുറന്നു വെച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ വിളിക്കണ്ടല്ലോ. താങ്കൾ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് താങ്കൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ചോദ്യത്തിന് മറുപടി വേണ്ടേ? ഇപ്പൊ ഞാൻ 24 ന്യൂസ് വെച്ചപ്പോഴാണ് പിന്നെ റിപ്പോർട്ടർ ചാനലിലെ ഒരാളെ അതിൽ MD-യുടെ അഴിമതി കാണിച്ചുകൊണ്ടൊരു ന്യൂസ്. അപ്പൊ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ചാനലുകൾ വേറെ വാർത്ത ഉണ്ടല്ലോ, താങ്കൾ തന്നെ സംഭവിച്ചല്ലോ. ഞാൻ അങ്ങനെ അല്ല, എനിക്ക് പ്രതികരിക്കാൻ നിങ്ങളുടെ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഒരു നമ്പർ ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചെന്നേ ഉള്ളൂ. മറുപടി വേണ്ടേ? ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാതെ പല കേരളത്തിൽ നടക്കുന്ന പല സബ്ജക്റ്റുകൾ എടുത്ത് സംസാരിക്കുക. ഞാനത് എന്റെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഇമാതിരി ഇത്രയേറെ വൃത്തികെട്ട ആരോപണങ്ങൾ, വൃത്തികെട്ട പരാതികൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പോലീസിനേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ടുപിടിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? അത് അങ്ങനെ നിങ്ങൾ ഞാൻ ചോദിച്ചതല്ല, ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതിന്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അങ്ങനല്ല, അതിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം നിങ്ങൾ അതിന്റെ അങ്ങേറെ പുറകെ നടക്കാതെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെയല്ല. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവർ കേരളത്തിന്റെ ജനപ്രതിനിധികളായി കേരളത്തിന്റെ അധികാര മണ്ഡലത്തിൽ വരുന്ന ആർക്കെതിരെ വന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് പുറകെ ഉണ്ടാവും. അവരെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ അതെനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ എൻ്റെ വിശദീകരണം നൽകി. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കേരള പോലീസ് കോൺഗ്രസ്സുകാരനായ ഒരു MLA, ആ MLA കേരള പോലീസ് കഴിഞ്ഞ 6 ദിവസമായി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിനർത്ഥം പോലീസിന് ഈ MLA എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടൊന്നുമല്ല. പോലീസിന് ഒന്നുകിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഇന്ന് വേറൊരു യുവതിയും കൂടെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിരുന്നു. പരാതികളുടെ ഘോഷയാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇന്ന കാര്യം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് അങ്ങനെ വല്ല വാർത്തകളുണ്ടോ നിങ്ങളുടെ ചാനൽ? പോലീസ് 6 ദിവസമായി ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ പോകുന്ന സമയത്തും എല്ലാം ഇയാൾ പൊതുരംഗത്തുണ്ട്. പോലീസിന് അയാൾ ആന്ധ്ര മുതൽ നിരീക്ഷണ വലയത്തിലുമാണ്. അങ്ങനെ ഒരാളെ 6 ദിവസമായി അയാൾ എവിടെ പോയെന്ന് പോലീസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലം വിശ്വസിക്കാൻ എനിക്കായാലും കൃഷ്ണൻകുട്ടിക്കായാലും പ്രയാസമാണ്. അല്ല, നമ്മുടെ രണ്ടുപേരുടെയും പ്രയാസം 2 രീതിയിലാണ്. എങ്ങനെയായാലും എന്തായാലും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതല്ല, ഇന്നത്തെ പല ചാനലിലും നമ്മൾ ഈ വാർത്ത കാണുന്നുണ്ടല്ലോ. അയാള് 3 കാറ് മാറി കയറി ഒരു ചുവന്ന കാറിൽ ആദ്യം രക്ഷപ്പെട്ടു,
അയാൾ താമസിക്കുന്ന ഏതോ ക്വാർട്ടേഴ്സിലോ ബിൽഡിങ്ങിലോ ഒക്കെ പോയി അവര് തമിഴ്നാട്ടിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരയാളെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ചില ചാനലിൽ കണ്ട വാർത്ത. പോലീസ് പറയുന്നതനുസരിച്ച് പറയുന്ന വാദങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ന്യായമായി ഏത് മനുഷ്യനും സംശയമില്ലേ ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ എന്താണ് കളിയെന്നുള്ളത്? നിങ്ങൾ അവതരിപ്പിക്കുന്നതല്ലേ നമുക്കും അറിയുള്ളൂ, അതനുസരിച്ചല്ലേ നമ്മളൊരു നിഗമനത്തിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെന്താന്ന് വെച്ചാല് ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ആണ് ഈ പോലീസിന്റെ മേലിൽ നിൽക്കുന്നത് വിചാരിച്ചോ, ഞാനാണെങ്കിൽ എന്ത് വിചാരിക്കുന്നറിയോ? ഞാൻ വിചാരിക്കും ഏതായാലും ഒരു ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഇനി നമ്മളിപ്പോ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ അങ്ങോട്ട് കോടതി കൊണ്ട് കൊടുത്താലും ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് നാണുകളും അത് വേണ്ടാന്ന് പോലീസ് കരുതുന്നുണ്ടാവും. അത് നല്ല കാര്യമല്ലേ? ഇതുവരെ കിട്ടിയ പരാതി അനുസരിച്ച് ജാമ്യം നിഷേധിക്കാൻ ആവശ്യമായ വകുപ്പുകളൊക്കെ ചേർത്ത് അവതരിപ്പിക്കാൻ കഴിയാത്തതല്ലോ. നമ്മളൊക്കെ ഏതൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. വലിയ കാര്യത്തോടെ കൊണ്ട് പോലീസ് കൊണ്ട് പിടിച്ചുകൊണ്ട് കോടതിയിലാക്കി കഴിയുമ്പോഴേക്കും അവർ ജാമ്യം എടുത്ത് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് കോടതിയിൽ അവതരിപ്പിക്കുന്നു, ഏത് ജഡ്ജി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതിനെയും കൂടെ ആശ്രയിച്ചിട്ടാണ് ഈ ജാമ്യം കിട്ടുകയും കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ജഡ്ജിയുടെ കാഴ്ചപ്പാട് അങ്ങനെയും ഉണ്ടാവും. അതുകൊണ്ട് പോലീസ് ലേശം ഒരു സ്ലോ പട്ടലിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. നോക്കിയിട്ട് നമ്മൾ നോക്കൂ, കേരളത്തിലുള്ള പ്രമാദമായ എല്ലാ കേസുകളിലും മിക്കവാറും എല്ലാ പ്രതികളെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അവരിപ്പോഴും അഴിക്കുള്ളികൾ തന്നെയാണ്. അതുകൊണ്ട് കേരള പോലീസിനെ നമ്മൾ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. കേരള പോലീസിന് അവിശ്വാസമില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം ഒരു MLA ക്ക് കേരള പോലീസിനെ വെട്ടിച്ച് കടക്കാനൊന്നും കഴിയില്ല എന്നറിയാം. പക്ഷെ അവർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചെയ്യാത്തതിന്റെ കാരണത്തിൽ മാത്രമേ സംശയമുള്ളൂ. അവര് വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 6 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ നീണ്ട കാലയളവൊന്നുമില്ല, ആഴ്ചകളും മാസങ്ങളൊന്നും ആയില്ലല്ലോ. ദിവസങ്ങളുടെ കാര്യമല്ലേ, മണിക്കൂറുകളുടെ കാര്യമല്ലേ ഉള്ളൂ. അത് കുറച്ചും കൂടെ ക്ഷമ കാണിക്കുക. തീർച്ചയായിട്ടും പോലീസ് മാങ്കൂട്ടത്തിനെ പൊക്കിയിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഏതെങ്കിലും പരാതിക്കാരികൾ ഉണ്ടെങ്കിൽ അവരുടെ പരാതികളും കൂടെ വെളിയിൽ വന്ന് അവർ പോലീസിലേക്ക് പരാതി കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾ ചാനലുകാർക്ക് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ചെയ്യുക. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടട്ടെ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളുടെ കയ്യിൽ പരാതി വന്നാൽ അത് മാധ്യമത്തിൽ അറിയിക്കുകയാണ്. ബാക്കി ചെയ്യേണ്ട ജോലി ഞങ്ങളുടേതല്ല, അത് പോലീസിന്റേതും ഭരണ സംവിധാനത്തിന്റേതുമായ ഉത്തരവാദിത്തമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, മാങ്കൂട്ടത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷകളുടെ അളവ് കൂടട്ടെ, അതുപോലെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവരെ പരാതി വന്നിട്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ വിശ്വസിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ എത്രത്തോളം കഴിയും? ചെയ്യുമെന്നേ നമുക്ക് നമ്മുടെ പോലീസിനെ അറിയാമല്ലോ. ഏതാനും മണിക്കൂറുകളുടെ കാര്യമേ ഉള്ളൂ. മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അത് നടന്നിരിക്കും. അഴിക്കുള്ളിലായിരിക്കും, യാതൊരു തർക്കവും വേണ്ട. ശരി, ശ്രീ സോജനാണ് പാലയിൽ നിന്നും. ശ്രീ സോജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാത്തതാണോ, അതോ അറിയാമായിരുന്നിട്ടും അറസ്റ്റ് ഒഴിവാക്കുന്നതാണോ? അത് കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാ. ആണോ? അതിനകത്തൊരു സംശയമില്ല. അതെന്താ കാര്യം അങ്ങനെ തോന്നാൻ? ഇത് അവരുടെ മടിയിലിരിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി ലഭിക്കുന്ന കഴിഞ്ഞ 27-ാം തീയതി വരെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പെൺകുട്ടി കൊടുക്കുന്നു, ഉടൻ കൊടുക്കുമെന്ന് പറഞ്ഞുള്ള വാർത്തകൾ അതിന് 1-2 ദിവസമായി കേരളത്തിലെ എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാം നൽകിയതാണ്. അപ്പോൾ പരാതി കൊടുക്കാൻ വരുന്നുണ്ടെന്നും, പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ ഒരാൾ ഓടി വന്ന് ഇടിച്ചു കയറി പരാതി കൊടുക്കല്ലോ, മുഖ്യമന്ത്രി ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ വന്ന് പരാതി കൊടുത്തതാണ്. അപ്പോൾ കേരള പോലീസിന് പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ പരാതിക്കാരി അവിടെ എത്തുന്നുണ്ട്, രേഖാമൂലം പരാതി വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. ആ സമയം മുതൽ നിരീക്ഷണത്തിലായിരിക്കുമല്ലോ. ആ നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരാൾ കേരള പോലീസിനെ വെട്ടിച്ചിട്ടൊരു MLA ക്ക് കടക്കാൻ കഴിയുമോ? അത്ര ദുർബലമാണോ കേരള പോലീസ്? കേരള പോലീസ് ദുർബലമായിട്ടല്ല. പിന്നെ ഒരാളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യം അന്വേഷിച്ചിട്ട് വേണ്ട. കാര്യമൊക്കെ കഴിഞ്ഞ 1.5 മാസമായി അന്വേഷിക്കല്ലേ. പ്രത്യേക അന്വേഷണ സംഘം എത്രയോ പേരെ നേരിൽ കണ്ടു. അവർക്ക് ആകെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു തടസ്സം രേഖാമൂലം പരാതിയില്ല എന്നത് മാത്രമായിരുന്നു. സാധാരണ പരാതി കിട്ടിയിട്ട് അന്വേഷണ സംഘം, ഇതങ്ങനെയല്ല. അന്വേഷണ സംഘം അന്വേഷണം നടത്തി പകുതി മുക്കാലും പൂർത്തിയായി കഴിയുമ്പോഴാണ് പരാതി ഉദ്യോഗമായി വരുന്നത്. അത് നിരപരാധികളെ ചുമ്മാ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇടിക്കാൻ പറ്റിയെന്ന ഒരു സംവിധാനം അല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് നിരപരാധിയാണോ അപരാധിയാണോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണോ? പോലീസ് പരിശോധിക്കട്ടെ, കോടതി അത് തീരുമാനിക്കുന്നത്. പിന്നെ വേറെ നമ്മുടെ ചോദ്യം, ഇവർ ഈ രാഹുൽ മാങ്കൂട്ടം ഇവരെ തട്ടിക്കൊണ്ടുപോയി വിലവായിട്ട് പീഡിപ്പിച്ചതാണോ? അതെന്തോ ആയിക്കോട്ടെ, അതല്ലല്ലോ വിഷയം. അവരെ ഭീഷണിപ്പെടുത്തിയാണ് അവരെ അല്ലല്ലോ പീഡിപ്പിച്ചേക്കുന്നത്. പല വണ്ടികളിൽ മാറിപ്പോയി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇത് തട്ടിക്കൊണ്ടു പോയി പീഡിപ്പിച്ചതൊന്നുമല്ല. ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്ത് എത്ര പേരുണ്ട്?
അവരുടെ എല്ലാം പേര് കേസെടുക്കാനാണ് ഈ ശ്രീ ലോകത്തുള്ള സോജൻ, ഒരു ഒരാൾ തെറ്റ് ചെയ്താൽ ആ പരാതിക്കാരി കൃത്യമായി പരാതിയിൽ നൽകിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ നഗ്നചിത്രങ്ങൾ കാണിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ നൽകിയിട്ടുണ്ട്. അതെല്ലാം കോടതി തീരുമാനിച്ചോട്ടെ. അല്ലാതെ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ താങ്കൾ സംസാരിക്കുന്നത് ശരിയല്ല. അല്ല, അഭിഷേകല്ലെന്നേ. പിന്നെ ഉള്ള കാര്യം പറയണ്ട നമ്മള്. അതങ്ങനെ ഉള്ള കാര്യം താങ്കൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. എങ്ങനെ അറിയാം? എനിക്കറിയില്ല. താങ്കൾക്ക് എങ്ങനെ അറിയാം? ഇതിപ്പോ ഇനി എത്ര പേര് പരാതി കൊണ്ട് വരാനുണ്ട്? അല്ല, അത് ഞാനതല്ല പറഞ്ഞത്. പരാതിക്കാരിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, അത്രേ ഉള്ളൂ. ഇല്ല, അവരെ അപമാനിച്ചതല്ലെന്നേ. ഇതാരും തട്ടിക്കൊണ്ട് പോയി ചെയ്തതല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, താങ്കൾ കൂടുതൽ പറഞ്ഞ അത് വഷളാവണ്ട. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത്. ശ്രീ ശരത്ത്, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ രാഷ്ട്രീയത്തിൽ വരുന്നത് അധികാരത്തിനും പണത്തിനും വേണ്ടിയൊന്നുമില്ല. ഇതേപോലെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗം കൂടെ ആക്കി വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയപ്പെട്ടത്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ഏതായാലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാം. അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ആശയം ഈ രാഷ്ട്രീയത്തിനകത്തൊന്നും ഒഴിവാക്കണം. അത് ഇപ്പൊ ഈ ഒരു കേസെടുത്താൽ തന്നെ അറിയാം. ഇതിനു മുമ്പ് പല കേസുകൾ വന്നപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയല്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാനും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോലീസിൽ പരാതി കൊടുത്തെങ്കിൽ കേസ് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതല്ല ഇവിടുന്ന് ഇവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാലും പയ്യ സാവകാശമേ ഇതിനുള്ള ഒരു മറുപടി കിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. കഴിയുന്നതും രാഷ്ട്രീയ പ്രവർത്തകർ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ മണ്ടയിൽ വലിഞ്ഞു കയറാനുള്ളൊരു ചട്ടമൊന്നുമല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ നിർത്തിക്കൊണ്ട് പറയുന്നില്ല. രാഷ്ട്രീയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഭരണം തന്നെ കാഴ്ചവെക്കിട്ടെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കുര്യാക്കോസ് ആണ്, പയ്യന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുര്യാക്കോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരള പോലീസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് വളരെ പുറകിലാണ് എനിക്കിപ്പം തോന്നുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസും ഈ കുണാപ്പും എല്ലാം ഉള്ളതുകൊണ്ട് ഇവനെ സഹായിക്കാന്നാ എനിക്ക് തോന്നുന്നു. അല്ല, അതിപ്പോ എന്നതാ നമ്മൾ പറയണ്ടേ? ഈ സ്വർണ്ണക്കൊള്ള കേസും മറ്റേ കുന്തവും ഇതും ഉള്ളതുകൊണ്ട് ഈ ഒരു MLA പോയിട്ട് മുങ്ങിയിട്ട്, അല്ല ഈ പാലക്കാട് ജില്ലയിൽ ഇത്രയും ജനങ്ങളുടെ ഒരു സപ്പോർട്ടില് ഒരു 2% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ട് മത്സരിച്ചിട്ട് അവനെ പിടിക്കാൻ കഴിയില്ല. ഇവിടുത്തെ കേരള പോലീസ് തന്നെ ഉണ്ണിയാണ്, മൊട്ടയുണ്ണിയാണ്. പിടിക്കണമെന്ന് വെച്ചാൽ 24 മണിക്കൂറിനകം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവൻ കർണാടകത്തിലല്ല, അവൻ തമിഴ്നാട്ടിലല്ല, എവിടെയാണെങ്കിലും കേരള പോലീസിന് അതിനുള്ള ഒരു കയറൂരി അവരെയൊന്നും വിട്ടേ അവർ കളിക്കും, അവർ പിടിച്ചോണ്ട് വരും. ഈ IAS IPS എന്ന് പറയുന്നത് എന്നാന്ന് നിങ്ങൾക്കറിയാവോ? അവന്റെ ബുദ്ധി എന്നതാ. അവൻ പിടിക്കണമെന്ന് വെച്ചാൽ അവൻ പിടിച്ചോണ്ട് വരും. ഏല്ലേ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൊണ്ട് ഇത് അലക്കി 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 പ്രേക്ഷകരെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിടിക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ് എന്ന് പറഞ്ഞവരും, അതല്ല അത് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള നിർദ്ദേശം കിട്ടാത്തതാണെന്നും തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള തന്ത്രപരമായ നീക്കമാണെന്നും, അതല്ല കേരള പോലീസ് കൂടുതൽ പരാതികൾ വരട്ടെ, അങ്ങനെ ഒരു എടുത്തുചാട്ടം അതിൽ കാണിക്കേണ്ടതില്ല, കോടതിയുടെ തീരുമാനം ഒക്കെ വരട്ടെ, മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടല്ലോ, അതിൽ കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന തരത്തിലൊക്കെ നീങ്ങുന്നതാണ്, തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.